ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്, നമ്മളെല്ലാം ഓൾഡ് ഏജ് ആകുമ്പോൾ നമ്മളൊക്കെ എവിടെയായിരിക്കും? നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഓൾഡ് ഏജ് നമ്മളെ എവിടെയായിരിക്കും? ആരായിരിക്കും നമ്മളെ നോക്കുന്നത്? ഹോം നഴ്സാണോ അതോ കെയർ ഹോമിലാണോ? എവിടെയായിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ ലൈഫ്? അത് ചിന്തിക്കേണ്ട കാര്യം വന്നത്, എൻ്റെ ബാല്യത്തിലൊക്കെ ഞങ്ങൾ UK-യിലായിരുന്നപ്പോൾ അവിടെയെല്ലാം ഹോമിൽ വന്ന് നോക്കാൻ നഴ്സുകളുണ്ടായിരുന്നു, ഓൾഡ് ഏജ് ആൾക്കാരെ. അതൊക്കെ ഒരു 50-55 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ എല്ലാവരെയും ഹോം കെയറിൽ അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലേ, ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റി. പക്ഷേ ഇന്നത്തെ കാലത്ത് വയസ്സായവരെ നോക്കുന്നത് എല്ലാം തന്നെ കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ്. അന്നത്തെ കാലത്തോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ നഴ്സായിട്ട് വർക്ക് ചെയ്തത്. നഴ്സായിട്ട് കൂടുതലും ആ കാലഘട്ടത്തിൽ വന്നതും ആഫ്രിക്കയിൽ നിന്നാണ്. ഇന്നിപ്പോൾ കാലം മാറി. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ ഹോം നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും ഇപ്പോൾ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലോ ഇന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ, ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കൾ മാത്രമേ ഉള്ളൂ. അവർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിദേശത്ത് പോകാനാണ് താല്പര്യം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ ഇന്ത്യയിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ നമ്മൾ ബോധവാനോ ബോധവതികളോ അല്ല. കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട് നമ്മളുടെ ഓൺ രാജ്യത്ത്. അഭിപ്രായം പറയാനും ഇഷ്ടം പോലെ ജീവിക്കാനും, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ നിയമം ലംഘിച്ച് ജീവിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഷയെ സ്നേഹിച്ചും നമ്മുടെ ആൾക്കാരെ സ്നേഹിച്ചും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പറഞ്ഞും ഒക്കെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, അല്ലയോ? പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികളൊന്നും തന്നെ അടുത്തില്ലാതായാൽ നമുക്കൊരു നഴ്സിംഗ് ഹോമിലേക്കോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്കോ ഒക്കെ പോകേണ്ടി വരും, അല്ലയോ? വയസ്സായി കഴിഞ്ഞാൽ, വയസ്സായി നമ്മൾ കിടപ്പിലായാൽ നമ്മളെ നോക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല. പണ്ടത്തെ കാലത്ത് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. കാര്യമെന്ന് വെച്ചാൽ, ഒരുപാട് ജനസംഖ്യ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരാളെ നോക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇന്നത്തെ സ്ഥിതിയോ, ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ടല്ലേ, ആർക്കും തന്നെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ നേരമില്ല. എല്ലാവരും എൻഗേജ്ഡ് ആണ്. ഒരു ഹസ്ബൻഡും വൈഫും എപ്പോഴും ഫുൾ ടൈം ജോലിയിലായിരിക്കും. അവർക്കുണ്ടാവുന്ന കുട്ടികളോ അവർക്ക് 24 ഹവേഴ്സും പഠിക്കാൻ കാണും. പിന്നെ ആര് ഹെൽപ്പ് ചെയ്യും? വയസ്സായവരെല്ലാവരും തന്നെ ഇപ്പോൾ ഓൺ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം, മക്കളൊന്നും സ്ഥലത്തില്ലാത്ത ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള പേരൻസുകൾക്ക് അവരുടെ ലൈഫ് മിസറബിളായിത്തീരുന്നതിന് ഒരു കാരണമുണ്ട്. കാര്യം, മക്കളും ചെറുമക്കളും ഒന്നും തന്നെ അവരുടെ അടുത്തൊന്നുമില്ല. എല്ലാവരും വിദേശത്താണ്. എല്ലാവർക്കും വിദേശത്ത് പോകാനാണ് താല്പര്യം. ആർക്കും തന്നെ സ്വന്തം രാജ്യത്ത് നിൽക്കാൻ താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ്? കെയർ ഹോമിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥയും UK-യിലൊക്കെ വളരെ ദയനീയമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. എന്നാലും ഞാൻ ചിന്തിക്കാറുണ്ടോ, ഞാനോ എൻ്റെ ഹസ്ബൻഡോ ഒക്കെ വളരെ വയസ്സായി കഴിഞ്ഞു, ഞങ്ങളൊരു കെയർ ഹോമിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന്. കാര്യം, നമ്മുടെ ആൾക്കാർ ഒന്നും തന്നെ വളരെ സ്നേഹത്തോടു കൂടി സമീപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഹാർഷായിട്ടാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നതും സമീപിക്കുന്നതും. വിദേശ രാജ്യങ്ങളിലൊന്നും അത് ചെയ്യാൻ പാടില്ല. കാര്യം, അവിടെ എല്ലായിടത്തും ക്യാമറയുണ്ട്. അവരെല്ലാവരും തന്നെ നല്ല പോലെയുള്ളൊരു സമീപനമായിട്ടും ആയിരിക്കും വയസ്സായവരുടെ കൂടെ സമീപിക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷനോ, കാര്യം ഇവിടെ ആർക്കും തന്നെ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ സമയമില്ല. ആർക്കു വേണ്ടി 10 മിനിറ്റ് സഹായിക്കാനോ സമയമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എപ്പോഴാണ് അവർക്ക് സ്നേഹിക്കാൻ കഴിയുക? വയസ്സായവർ ഒറ്റപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. TV-യുടെ മുമ്പിലിരുന്ന് ജീവിതം കൊണ്ടുപോകുന്നു. തനിയെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ ചെയ്യുക?
അവരെന്താ എങ്ങനെയാണ് സമയം തള്ളി നീക്കുക? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു സിറ്റുവേഷനിൽ കൂടി ഞങ്ങളും നാളെ കടന്നു പോകും, അല്ലയോ? ഇന്നിപ്പം നമുക്ക് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാം. ആരെ വിളിച്ചാലും അടുത്ത് വരുന്നുണ്ട്, ജോലിക്കോ ഹൗസ് മെയ്ഡിനോ ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊക്കെ കൂടി ചിന്തിക്കണമെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളെ നമുക്കും ഈ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഓർക്കണം. നമ്മുടെ മക്കളെ കഴിയുന്നത് നമുക്ക് ചുറ്റാകെ തന്നെ നിർത്താൻ ശ്രമിക്കുക. കാര്യം നല്ല ജോലിയും നല്ല ഓപ്പർച്യൂണിറ്റിയും ഇനി ഇന്ത്യയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൂരെ പറഞ്ഞയക്കാതിരിക്കുക. വിവാഹം കഴിച്ചായാലും ശരി തന്നെ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിയുന്നതും സ്വന്തം രാജ്യത്ത് നിലയുറപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് സൂൺ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ രാജ്യം ഇനിയും മുൻപോട്ട് ഒരുപാട് വളരാനുണ്ട്. ആ വളർച്ചയുള്ള രാജ്യത്തിലേക്ക് നല്ല വിദ്യാഭ്യാസവും കഴിവുമുള്ള കുട്ടികളെ പിടിച്ചു നിർത്തുക. കഴിയുന്നത് വിദേശ രാജ്യങ്ങളിലേക്കും പറഞ്ഞയക്കാതിരിക്കുക. കാര്യം നാളെ നമ്മുടെ പൗരന്മാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം സ്ഥലത്ത് ചെയ്യാൻ ഒരുപാട് സാഹചര്യം അവർക്കുണ്ട്. Thank you for watching and see you soon with another vlog. Until then, bye for now.